ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താൽ പ്രിയരെ, വിശുദ്ധ വലിയ നോമ്പിലെ 36-ാം ഞായറാഴ്ചയുടെ ചിന്താവിഷയം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വേദഭാഗമാണ്. യേശു തമ്പുരാൻ കുരുടനായ മനുഷ്യന്റെ കണ്ണിൽ കളിമണ്ണ് തേച്ച് സൗഖ്യപ്പെടുത്തുന്ന അത്ഭുതം. കൂടാര പെരുന്നാളിനോടനുബന്ധിച്ച് താൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശു തമ്പുരാൻ പ്രഖ്യാപിച്ചതിൻ്റെ പിന്തുടർച്ച ആയിട്ടാണ് പിറവി കുരുടനെ സൗഖ്യപ്പെടുത്തുന്ന ഈ അത്ഭുതം വിശുദ്ധ യോഹന്നാൻ വിവരിക്കുന്നത്. ഒരുപക്ഷെ യേശുവിനും ശിഷ്യന്മാർക്കും ഈ കുരുടനെ പരിചയമുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവനെ കാണുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നത്, ഇവൻ കുരുടനായി ജനിക്കത്തക്ക വിധം ആർ പാപം ചെയ്തു എന്ന്. രോഗത്തിൻ്റെ മൂലകാരണം കണ്ടെത്തുവാനുള്ള ശിഷ്യന്മാരുടെ ശ്രമത്തിൻ്റെ ഭാഗമാകാം ഇത്. രോഗത്തിൻ്റെ കാരണം പാപമാണ് എന്ന അക്കാലത്തെ പൊതു സങ്കല്പത്തോട് യേശു തമ്പുരാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അറിയുന്നതിനും കൂടെ ആയിരിക്കണം ഇത്. എന്നാൽ പാപരോഗ ബന്ധത്തിൻ്റെ ദൈവശാസ്ത്ര തലങ്ങൾ ചർച്ച ചെയ്യുവാൻ യേശു തയ്യാറാകുന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി സമയോചിതമായി ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നു. യെശയ്യാ പ്രവചനം 35:5-ലും 42:6-ലും പറയുന്ന പ്രവചനത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. കളിമണ്ണ് കുഴച്ച് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം താൻ തന്നെയാ എന്ന് കൂടെ ഇവിടെ വെളിപ്പെടുത്തുന്നു. യഹൂദ വൈദ്യശാസ്ത്രത്തിൽ അക്കാലത്ത് തുപ്പൽ രോഗസൗഖ്യത്തിനായി ഉപയോഗിക്കുന്ന രീതി ഉണ്ടായിരുന്നു. കാഴ്ച ഒരിക്കലും കണ്ണിൻ്റെ പ്രശ്നം അല്ല, അതെപ്പോഴും മനസ്സിൻ്റെ തന്നെയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു വ്യാകുലതയോടെ ആവർത്തിക്കുന്നത്, കണ്ണുണ്ടായിട്ടും കാണാതെ പോകുന്നതിനെ പറ്റിയും കണ്ണുകൾ ഉയർത്തി നോക്കുക എന്നും. നമ്മുടെ കണ്ണുകൾ കാൽവട്ടങ്ങളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്നത് നമ്മുടെ കാഴ്ചയുടെ അപൂർണതയാണ്. അതുതന്നെയാണ് ഒരാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആന്തരിക പ്രതിസന്ധി. കാഴ്ചയുണ്ട് എന്ന് പറയുന്നവരെക്കാൾ കൂടുതൽ ഉൾക്കാഴ്ചകൾ കൊണ്ട് നടക്കുന്നവരാണ് അന്ധരായ മനുഷ്യർ. അടുത്ത് നിൽക്കുന്നവരെ കാണാൻ കഴിയാത്തതാണ് യഥാർത്ഥ അന്ധത എന്ന് യേശു പഠിപ്പിക്കുന്നു. വസ്ത്രമില്ലാത്തവരെ ഉടുപ്പിക്കുന്നതും അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ഉൾക്കാഴ്ച ഉള്ളതുകൊണ്ടാണ്. മനുഷ്യര് ദൈവത്തിൻ്റെ രൂപം ദർശിക്കാനായാൽ നമ്മുടെ കാഴ്ച ശരിയാണ് എന്ന് പറയാം. എല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം എന്ന് കവി മുരുകൻ കാട്ടാക്കട വിലപിക്കുന്നു. ആവശ്യക്കാരെ ദൂരമൊന്നും സഹായിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് അവരുടെ വേദനയിൽ ബോധപൂർവം പങ്കാളികളായി അവരുമായി താതാത്മ്യം പ്രാപിച്ച് അവരുടെ വിടുതലിനായി പ്രവർത്തിക്കുന്നത്. പരിശുദ്ധ പെരുമല തിരുമേനി, പാമ്പാടി തിരുമേനി, മദർ തെരേസ തുടങ്ങിയവർ ചില മാതൃകകളാണ്. ഈ സംഭവത്തിലെ ചില ഉൾക്കാഴ്ചകൾ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. ഒന്നാമത്, സൗഖ്യം പ്രാപിച്ച കുരുടനായ മനുഷ്യന്റെ കാഴ്ചപ്പാട്. ആദ്യം ഒരു മനുഷ്യനായും പിന്നീട് പ്രവാചകനായും ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനായും തൻ്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ കഴിവുള്ള കർത്താവായും യേശുവിനെ മനസ്സിലാക്കുന്നു. യേശുവിൽ നിന്ന് ലഭിച്ചതായ അനുഗ്രഹങ്ങൾ അവനെ ഉന്നതമായ കാഴ്ചപ്പാടുകളിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നു. നോമ്പിൻ്റെ പാരമ്യത്തിൽ നമ്മിലും ഇത്തരത്തിലുള്ളതായ സമ്പൂർണമായ രൂപാന്തരമാണ് ഉണ്ടാവേണ്ടത്. എങ്കിലേ ക്രിസ്തുവിനെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്, പരീശന്മാരുടെ കാഴ്ചപ്പാടുകളാണ്. പടിപടിയായി അധപതിക്കുന്ന യഹൂദന്മാർ യേശുവിനെ പറ്റി ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറഞ്ഞു തുടങ്ങിയവർ അവനെ പാപിയായും പിന്നീട് എവിടെ നിന്നുള്ളവനാണ് എന്ന് പോലും ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നും പറയുന്നു. യേശുവിൻ്റെ ഉപദേശവും സാമീപ്യവും ഒരിടത്ത് അനുഗ്രഹമായി മാറുമ്പോൾ മറുവശത്ത് തിരസ്കരണമായി തീരുന്നു. ഒരു വശത്ത് യേശുവിനെ കുറിച്ചുള്ള അറിവിൽ പടിപടിയായി ഉയർച്ച കാണുമ്പോൾ മറുവശത്ത് പടിപടിയായി താഴേക്ക് പോകുന്നു. പിറവി കുരുടന് കാഴ്ച ലഭിക്കുമ്പോൾ കാഴ്ച ഉണ്ട് എന്ന് അഹങ്കരിച്ചിരുന്ന യഹൂദന്മാർ അന്ധതയിലേക്ക് കൂപ്പുകുത്തുന്നു. മൂന്നാമത്, കുരുടന്റെ മാതാപിതാക്കളുടെ കാഴ്ചപ്പാടാണ്. സത്യം എന്താണ് എന്ന് കൃത്യമായി അറിയാമായിരുന്നിട്ടും സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടും എന്ന് പേടിച്ച് അറിഞ്ഞ സത്യത്തെ മൂടിവെക്കുന്നു. ഇന്നും ഇത്തരത്തിലുള്ളതായ ആളുകളെ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. ഓരോ നോമ്പും നമ്മുടെ ആന്തരിക കണ്ണുകളെ തുറക്കുന്നതിന് വേണ്ടി ഉള്ളതാണ്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട് എന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നു.
സമ്പൂർണമായ കാഴ്ചയാണ് മനുഷ്യനെ തികവുള്ളവൻ ആക്കുന്നത്. ക്രിസ്തു പറയുന്നത് പോലെ നമ്മളുള്ളതായ വെളിച്ചം അണഞ്ഞു പോകാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. വ്യക്തികളും സമുദായങ്ങളും രാജ്യങ്ങളും പരസ്പരം കലഹിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ അല്പമെങ്കിലും അകവട്ടം ഉള്ളവരായി നമുക്ക് ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.